മയക്കുമരുന്ന് കുത്തിവയ്പ്പ് HIV ബാധിച്ച് നിരവധി പേര് ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. നില ഗുരുതരമാണ്. മയക്കുമരുന്നാണ് അതിൻ്റെ ഘടകങ്ങൾ. മയക്കുമരുന്ന് ഇവിടുന്ന് നീക്കിക്കളയണമെന്ന് മയക്കുമരുന്ന് പോലീസുകാരെ പിടിക്കുന്ന പോലീസുകാരെ വരെ ഉപദ്രവിക്കുകയാണ്. തിരൂരിൽ 141 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്ത്. പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതികളെ. അതുപോലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥി വരെ SSLC എക്സാമിന് മദ്യപിച്ചെത്തി. മുതിർന്ന കൂട്ടുകാരാണ് പ്ലാൻ ചെയ്ത് ഈ 10ാം ക്ലാസ് കുട്ടികളെ കുടിപ്പിച്ച് വിടുന്നത്. ചില മെഡിക്കൽ സ്റ്റോറുകളിലും ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കൂട്ടുകെട്ട് സപ്പോർട്ടുണ്ട്. അവർ കൊടുക്കുന്ന മയക്കുമരുന്നിൻ്റെ ഗുളികകളും മിഠായികളും എല്ലാം ഇവർ വിൽപ്പന ചെയ്യുന്നുണ്ട്. അത് പോലീസ് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ പരിശോധനയ്ക്കിടെ മയക്കുമരുന്ന് മാഫിയകളെ പിടിക്കാൻ വാഹനങ്ങൾ പരിശോധനയ്ക്കിടെ പൂജപ്പുര ലഹരി മാഫിയ പോകുന്ന വണ്ടികൾ പിടിച്ച് മരുന്ന് വാഹനങ്ങളിൽ പരിശോധിച്ചുകൊണ്ടിരിക്കവേ SI സുധീഷ് സാറിനെ കുത്തിവീഴ്ത്തി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുകൾ. എല്ലാവരും ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് പോലീസിന് സംരക്ഷണം വേണം. ഇവരെ പേടിച്ചിട്ട് മയക്കുമരുന്ന് പിടിക്കാതിരിക്കാൻ എല്ലാ വാഹനങ്ങളിലും പിടിച്ച് നിർത്തി ചെക്ക് ചെയ്തേ വിടാവുള്ളൂ. ഇവന്മാർ ഉപദ്രവിക്കാൻ വരുന്നത് കണക്കാക്കി കരുതൽ ജാഗ്രതയോടുകൂടെ തോക്കൊക്കെ പോലീസ് ജീപ്പിൽ പോലീസ് വാഹനത്തിൽ കൊണ്ട് തന്നെ എപ്പോഴും 24 മണിക്കൂർ നടക്കണം. പോലീസുകാരുടെ ജീവൻ രക്ഷയ്ക്ക് പോലീസിന് തോക്കെടുത്ത് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കണം. ഈ മയക്കുമരുന്ന് മാഫിയകൾ അങ്ങനെ വിടാൻ പാടില്ല. നമ്മളെ തലമുറകളെല്ലാം നശിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ SI സുധീഷ് കുമാറിനെയും പോലീസുകാരെയും ഉപദ്രവിച്ച പ്രതികളെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. അവരെ കർശനമായ നടപടിക്ക് വിധേയമാക്കണം. അവർക്ക് ശിക്ഷാ നടപടി അവർ ജയിലിൽ തന്നെ ജീവപര്യന്ത ശിക്ഷ കൊടുക്കണം. ഈ ഓഫീസ് അറ്റൻഡ് ടൈപ്പിസ്റ്റ് തസ്തികകളിലൊക്കെ വീഴ്ചകൾ വരുന്നുണ്ട്. അത് കാരണം ഓരോരുത്തർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ PSC ഉരുണ്ടുകളിയാണ് ഇതിൻ്റെ കൂടുതലും വീഴ്ച വരുത്തുന്നത്. സെക്രട്ടേറിയറ്റിൽ ശവപ്പറമ്പ് സമരം തുടങ്ങിയിട്ടുണ്ട്. കരാർ സമരം. ആത്മഹത്യ ചെയ്ത അധ്യാപകരെ നിയമന ഉത്തരവ് കാലതാമസം ഉണ്ടായി. അധ്യാപികയ്ക്ക് 925 രൂപയാണ് ശമ്പളം. ജോലി ചെയ്യുന്ന സീനിയർ അധ്യാപക നിയമന ഉത്തരവ് വന്നപ്പോൾ താമസിച്ച്. ഉടനടി ആ ഉത്തരവ് ഉടനടി നടപ്പിലാക്കാത്തതാണ് ആ വീഴ്ച വന്നത്. കർശനമായ നടപടി കേരള സർക്കാർ ഇടപെട്ടേ മതിയാവുള്ളൂ. ഓരോ ജീവനും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ ഇവർ സമരത്തിന് ഇറങ്ങൂലായിരുന്നു. അവരെ ടൈപ്പിസ്റ്റ്, അറ്റൻഡർ